പാറമലയിലെ വാഹനാപകടത്തിൽ മരിച്ച ജെൻസിന്റെ പൊതുദർശനം തുടരുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് അമ്പലവല്ലി ആണ്ടൂരിൽ എത്തിയിരിക്കുന്നത്. തീരാ നോവായി, തീരാ വേദനയായി ജെൻസനും ശ്രുതിയും കേരളക്കരയുടെ കണ്ണീരായി മാറുകയാണ്. നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. സുജിത്ത് അയ്ബ് ചെയ്യുന്നു. സുജിത്ത്, പൊതുദർശനം അവസാനിക്കാറായോ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള നിലവിലെ സ്ഥിതിവിശേഷം? സുഹൈൽ, പൊതുദർശനം ഈ ഓഡിറ്റോറിയത്തിൽ, ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ കൂടി കാണാനുള്ള സൗകര്യമൊരുക്കും. വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുവരുന്നത് പള്ളിയിലേക്കാണ്. പള്ളി ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ പള്ളി ഉള്ളത്. ആ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുവരും. ആ മൃതദേഹം കൊണ്ടുവന്ന് അവിടെയും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പള്ളി എന്ന് പറയുന്നത് വീടിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ ഓഡിറ്റോറിയവും പള്ളിയും വീടും എല്ലാം 200 മീറ്റർ ചുറ്റളവിലാണ്. ആണ്ടൂർ എന്ന് പറയുന്ന പ്രദേശമാണിത്. ആണ്ടൂരിലാണ് ജെൻസന്റെ വീട്. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റി അതിപ്പോൾ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച, അതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നേരത്തെ ശ്രുതിയെ കഴിയുന്ന ലിയോ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. അവിടെ ICUവിലേക്ക് കയറ്റി ശ്രുതിയുടെ തൊട്ടടുത്തേക്ക് മൃതദേഹം എത്തിച്ചു. ശ്രുതി അവസാനമായി വീണ്ടും ഒരു നോക്ക് കണ്ടു. അങ്ങനെ അതിവൈകാരികമായൊരവസ്ഥയിലൂടെ ഈ നാട് കടന്നു പോകുന്നു. അത്രമേൽ സങ്കടകരമായൊരവസ്ഥയിലൂടെ ഈ നാട് കടന്നു പോവുകയാണ്. പല ഇടങ്ങളിൽ നിന്ന്, അതായത് ചൂരൽമലയും മുണ്ടക്കയും അടക്കം വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ ജെൻസനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി അവരും എത്തിയിരുന്നു. കാരണം അവരുമായും ഏറെ വൈകാരികത നിറഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. കാരണം ഈ മഹാദുരന്തത്തിൽ ഒരു പച്ചപ്പുള്ള കാഴ്ചയായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം. ജെൻസൺ ശ്രുതിയെ, ഈ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ജെൻസൺ ചേർത്ത് പിടിച്ചു. ഇവരുടെ വിവാഹ നിശ്ചയം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഡിസംബർ മാസത്തിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ വിധി എന്ന് പറയുന്നത് അത് വിപരീതമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ മഹാദുരന്തത്തിലൂടെ കാണാൻ കഴിയുന്നത്. ശ്രുതിക്ക് അച്ഛനെയും അമ്മയെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും, മറ്റ് 9 പേരാണ് ശ്രുതിയുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. സഹോദരി ശ്രേയയടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു ശ്രുതി. പക്ഷേ ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ ജെൻസൺ എന്നു പേരുള്ള ചെറുപ്പക്കാരൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം നമ്മൾ കണ്ടതാണ് പല ഘട്ടങ്ങളിലും. ഏറ്റവും ഒടുവിൽ 24ൻ്റെ ജില്ലാ സമ്മേളനത്തിൽ, പ്രേക്ഷക സമ്മേളനത്തിൽ ഇരുവരും എത്തി സംസാരിച്ചതാണ്. നമ്മളോട് അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ പങ്കുവച്ചതാണ്. അവരുടെ ഒരു സാഹചര്യവും പ്രതീക്ഷകളും മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി അവർ വിവരങ്ങൾ പങ്കുവച്ചിരുന്നതുമാണ്. പക്ഷേ മറ്റൊരു ദുരന്തമായി വീണ്ടും ഒരു അപകടം വന്നു. ആ അപകടം വല്ലാത്ത ഒരു ദുരന്ത ചിത്രമായി മാറുകയായിരുന്നു. കാരണം അത്രമാത്രം വൈകാരിക അടുപ്പമുള്ള 2 മനുഷ്യരെ പിരിക്കുന്ന വിധത്തിലേക്ക്, അതായത് ജെൻസൺ മാത്രമായിരുന്നു ശ്രുതിക്ക് അഭയമായി ഉണ്ടായിരുന്നത്. അഭയം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നു. അത് അസഹനീയമായ, ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ തളം കെട്ടി കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു മനുഷ്യൻ എത്രത്തോളം സങ്കടങ്ങൾ, എത്രത്തോളം വേദനകൾ ഉൾക്കൊള്ളാനാകുമോ അതിനപ്പുറത്തേക്ക് ചെറുപ്രായത്തിൽ ഉൾക്കൊള്ളേണ്ടി വരുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ, ദുഃഖകരമായ കാഴ്ചയാണ് ശ്രുതിയുടെ ജീവിതം എന്ന് പറയുന്നത്. സകലതും മണ്ണെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെല്ലാം മണ്ണിനടിയിലായപ്പോഴും ചേർത്ത് പിടിച്ച് അറ്റുപോകാതെ കൂടെ പിടിച്ച ജെൻസനായിരുന്നു ശ്രുതിയുടെ ധൈര്യം. ജെൻസൺ ചേർത്ത് പിടിച്ചപ്പോഴാണ് തനിക്ക് ജീവൻ തിരിച്ചു വന്നതെന്ന് പലപ്പോഴും ശ്രുതി പറഞ്ഞിരുന്നു. അങ്ങനെ അത്രത്തോളം അഭേദ്യമായ ബന്ധം ഒരു ചെറിയ അതിജീവനത്തിലേക്ക് തിരികെ വരുന്ന സമയം, പഴയതൊന്നും മറക്കാനാകില്ലെങ്കിലും നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പതിയെ ജീവിതത്തിലേക്ക് ജെൻസനോടൊപ്പം ചേർത്ത് വെച്ച് പഴയ ഓർമ്മകളിൽ ആണ്ടുപോകാതെ പുതിയ ജീവിതത്തെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ജെൻസന്റെ പെട്ടെന്നുള്ള വിയോഗം. വെള്ളാർമലയിലെ ആ അപകടം അത് ശ്രുതിയുടെ ജീവിതത്തിൽ വീണ്ടും വലിയ ആഘാതമായി മാറുന്നു. ഇതും കൂടി ഉൾക്കൊണ്ട് തിരിച്ചു വരാൻ ശ്രുതിക്കാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രം പറ്റുന്ന സമയമാണിപ്പോൾ. ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷഹദ്, ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പലപ്പോഴും വാക്കുകൾക്ക് പരിമിതികൾ ഉണ്ടാകുന്ന ഇത്തരം ഘട്ടങ്ങളിലാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ഒരൊറ്റ രാത്രിയിൽ 9 പേരെ, ഉറ്റവരുടെ 9 പേരുടെ മൃതദേഹങ്ങൾ അവരില്ലാതായി എന്ന വാർത്ത ഉൾക്കൊണ്ട ശ്രുതി മെല്ലെ പതിയെ ജെൻസനോടൊപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഇതാ ജെൻസനും ശ്രുതിയെ തനിച്ചാക്കി പോയിരിക്കുന്നു. ഷഹദ്.
ഷഹദ് റഹ്മാൻ നമ്മോടൊപ്പം ഇപ്പോൾ വീട്ടിൽ ചേർന്നു. ഷഹദ്, ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം മാണ്ടൂരിലെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ജെൻസന്റെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. വീട്ടിലെത്തിയോ? ഇനി സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും സുഹൈല, ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് ജെൻസന്റെ വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കുക. അല്പം മുമ്പ് ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് കാണാം, ആണ്ടൂർ ഓഡിറ്റോറിയത്തിൽ അതിവൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പലരും വിങ്ങിപ്പൊട്ടുകയും പലരും അത് സഹിക്കാൻ സാധിക്കാതെ തന്നെ അലമുറയിട്ട് കരയുന്നതുമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജെൻസന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതുപോലെ തന്നെ അയൽവാസികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം രാവിലെ മുതൽ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഈ വിവരം അറിഞ്ഞ്, ഇന്നലെ ഈ രാത്രിയിലെ ഈ മരണ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇവിടേക്ക് ബന്ധുക്കളൊക്കെ തന്നെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനൊക്കെ അപ്പുറത്ത് നാട്ടുകാർ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ മേഘശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് അച്ഛനെയും അതുപോലെ തന്നെ അമ്മയും ഒക്കെ കണ്ട് ആശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൃതദേഹം ഈ ആണ്ടൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടേക്ക്, അതായത് ഈ ജെൻസന്റെ വീട്ടിലേക്ക്, ജെൻസൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഈ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഈ വീടും തമ്മിൽ ഏകദേശം 200 മീറ്ററിന്റെ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അല്പസമയത്തിനകം ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഇപ്പോൾ ഇത് ആംബുലൻസ് ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജെൻസന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ജെൻസനെ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ദിവസത്തെ ഒരു അനുഭവം മാത്രമല്ല, ഏകദേശം 1 മാസക്കാലത്തെ പരിചയം മാത്രമേ ജെൻസനുമായിട്ടുള്ളൂ. പക്ഷേ ആ ഉള്ള സമയം ജെൻസൻ വളരെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി സമ്മാനിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ഈ സംസാരത്തിലുടനീളം അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്ന് കാണുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിക്ക് 9 പേരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ വേദനകളെയൊക്കെ മറക്കാൻ പലപ്പോഴും ഈ ജെൻസന്റെ ഇടപെടൽ അത് സാധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതിയെ ചേർത്ത് നിർത്തുകയും ശ്രുതിയെ കൈപിടിച്ച് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ജെൻസനാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ, അതായത് മേപ്പാടിയിലെ ക്യാമ്പിലായിരുന്നു ശ്രുതി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ജെൻസന്റെ മൃതദേഹം ജെൻസൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ ഇടത്തേക്ക് കൊണ്ടുവരികയാണ്. കാരണം ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നിന്നും ഈ ശ്രുതിയുടെ രക്ഷിതാക്കളുടെ 41 ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും ഇവരെല്ലാവരും തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ജെൻസന്റെ ഒമിനി വാനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൃതദേഹം ആദ്യം തന്നെ അകത്തേക്ക് കയറ്റുകയാണ്. അതായത് അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അകത്തുണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റുകയാണ്. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ പുറത്ത് ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക. ഇപ്പോൾ ഈ മൃതദേഹം വീടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. അമ്മയ്ക്കും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും ഈ മൃതദേഹം കാണാനും അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനും അതുപോലെ തന്നെ അവസാന അന്ത്യചുംബനം നൽകാനും ഒക്കെയായിട്ട് ഇപ്പോൾ ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജെൻസനെ സംബന്ധിച്ചിടത്തോളം ജെൻസൻ ജനിച്ചു വളർന്ന നാട്, ജെൻസൻ ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന 20-ാം തീയതിയാണ് ഇരുവരുടെയും വിവാഹം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം 20-ാം തീയതി ആണ് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ആഡംബരമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നടത്താനിരുന്ന കല്യാണമാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഉരുൾപൊട്ടൽ, അതിനെ കവർന്ന ജീവനുകൾ, അതിനെ തുടർന്ന് ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഏകദേശം ഈ മാസം 20-ാം തീയതി ഈ വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഈ വാഹനാപകടം ഉണ്ടാവുകയും ജെൻസൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചവരെ ശ്രുതിയെ ഈ മരണവിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടി, അതായത് പോസ്റ്റ്മോർട്ടത്തിൽ നടപടികൾ ആരംഭിച്ച ശേഷം ഡോക്ടർമാരാണ് ശ്രുതിയോട് ജെൻസന്റെ മരണവിവരം അറിയിക്കുകയും